ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കേണ്ടത്. 16-ാമത്തെ ശ്ലോകം നോക്കാം. തതോ വത്സാന ദൃഷ്ട്വൈത്യ പുളിനേപി ച വത്സപാൻ ഉഭാവപി വനേ കൃഷ്ണോ വിജികായ സമന്തത. തതോ വത്സാന ദൃഷ്ട്വൈത്യ, തതഃ അനന്തരം. അപ്പോൾ ഭഗവാൻ അവിടെ എല്ലാം നോക്കി ഈ പശുക്കുട്ടികളെ. പക്ഷെയോ വത്സാൻ അദൃഷ്ട്വൈത്യ, വത്സാൻ അദൃഷ്ട്വ ഏത്യ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വത്സാൻ അദൃഷ്ട്വൈത്യ. വത്സാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ, അദൃഷ്ട്വ കാണാതെ, ഏത്യ വന്നിട്ട്. അപ്പോൾ അവിടെ എല്ലാം വനത്തിനുള്ളിലൊക്കെ ഭഗവാൻ തിരഞ്ഞു. ഇവിടെ കൂട്ടുകാരോട് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേൽക്കേണ്ട, നിങ്ങളിരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ പശുക്കുട്ടികളെ തേടി വനത്തിനുള്ളിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഈ പശുക്കുട്ടികളെ കുറേ അവിടെ എല്ലാം നടന്ന് തിരഞ്ഞു. പർവ്വതത്തിൻ്റെ ഇടയ്ക്കുള്ള ഗുഹകളിൽ എല്ലായിടവും നടന്ന് തിരഞ്ഞു. വനത്തിനുള്ളിലും ഒക്കെ നോക്കിയിട്ടും കാണാതെ ഭഗവാൻ തിരികെ വന്നു. ഇവിടെ പുളിനേപിച്ച വത്സവാൻ. പുളിനേപി, പുളിനെ അപിയാണ് പുളിനേപി. പുളിനെ എന്ന് പറഞ്ഞാൽ ആ മണൽത്തിട്ടിൽ, നദിയുടെ കരയിൽ അവിടെ എത്തി. അവിടെ വന്നപ്പോഴോ അപി ച വത്സപാൻ, വത്സാൻ കണ്ടില്ല. വത്സാൻ അദൃഷ്ട്വ അല്ലേ, അദൃഷ്ട്വ വത്സാൻ. ഇവിടെ വന്നപ്പോഴോ വത്സപാൻ ച അദൃഷ്ട്വ, വത്സപാൻ കുട്ടി ഈ കാലിമേയ്ക്കുന്ന തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപബാലന്മാരെയും കാണാതെയായി. അപ്പോൾ ഈ മണൽത്തിട്ടയിൽ ഇരുന്നു കൊണ്ടല്ലേ തങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഈ നദിയുടെ കരയിൽ. താൻ പോകുമ്പോൾ അവരൊക്കെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നുവല്ലോ. തിരികെ വരുമ്പോൾ അവരെയും കാണുന്നില്ലല്ലോ എന്നായി കൃഷ്ണന്. ഉഭാവപി വനേ കൃഷ്ണോ വിജികായ സമന്തത. പശുക്കുട്ടികളെ കാണുന്നില്ല എന്ന സങ്കടത്തോടുകൂടി ഇവരെയും കൂടി വിവരം ധരിപ്പിക്കാൻ വന്നപ്പോൾ അവരെയും കാണുന്നില്ല എന്നായപ്പോൾ ഉഭൗ അപിയാണ് ഉഭാവപി. ഉഭൗ എന്ന് പറഞ്ഞാൽ അവരെ 2 കൂട്ടരെയും, വത്സാൻ വത്സപാൻ, 2 പേരും ഉഭൗ അദൃഷ്ട്വ, 2 കൂട്ടരും കാണാനില്ല. അപ്പോൾ അങ്ങനെ വനേ കൃഷ്ണോ വിജികായ സമന്തത. വനേ അങ്ങനെ കാണാതെ വന്നപ്പോൾ വീണ്ടും തിരികെ വന്ന് വനത്തിൽ അവരെ രണ്ടിനെയും പശുക്കുട്ടികളെ തേടി ഈ കുട്ടികൾ പോയിട്ടുണ്ടാവുമോ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ വീണ്ടും വനത്തിൽ വന്നിട്ട് വിജികായ സമന്തത, വിജികായ തിരഞ്ഞു, സമന്തത എല്ലായിടത്തും 4 ഭാഗത്തും തിരഞ്ഞു. ഇപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുമ്പോൾ ധാരാളം ഗോപബാലന്മാരുണ്ടായിരുന്നു തൻ്റെ കൂടെ, പശുക്കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറിക്കഴിഞ്ഞപ്പോൾ ആദ്യം പശുക്കുട്ടികളെ തനിക്ക് നഷ്ടമാകുന്നു, പിന്നീട് ആ പശുപാലകരായിട്ടുള്ള കുട്ടികളെയും നഷ്ടപ്പെടുന്നു. ഇനിയും ഭഗവാൻ ഒറ്റയ്ക്കാണ് അവിടെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോ വത്സാന ദൃഷ്ട്വൈത്യ പുളിനേപി ച വത്സപാൻ ഉഭാവപി വനേ കൃഷ്ണോ വിജികായ സമന്തത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വത്സാൻ അദൃഷ്ട്വൈത്യ, വത്സാൻ അദൃഷ്ട്വ ആണ്, അതുകൊണ്ട് നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം. പിന്നെ അടുത്തത് സമന്തത, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 17-ാമത്തെ ശ്ലോകമാണ്. ക്വാപ്യദൃഷ്ട്വാന്തർവിപിനെ വത്സാൻ പാലാംശ്ച വിശ്വവിദ് സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമഃ. ക്വാപ്യദൃഷ്ട്വാന്തർവിപിനെ, ക്വാപി അദൃഷ്ട്വ അന്തർവിപിനെ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ക്വാപി അദൃഷ്ട്വാന്തർവിപിനെ. ക്വാപി എന്ന് പറഞ്ഞാൽ എങ്ങും, അദൃഷ്ട്വ കാണാതെയായിട്ട്. എവിടെ? അന്തർവിപിനെ, ആ വനത്തിനുള്ളിലെല്ലാം നടന്നു നോക്കി 2 പേരെയും. ആരെയും?
വത്സൻ തൻ്റെ പശുക്കുട്ടികളെയും അതേപോലെ തന്നെ ആ പശുപാലകരായിട്ടുള്ള കുട്ടികളെയും നടന്ന് അവിടെ എല്ലാം നോക്കിയെങ്കിലും രണ്ടു കൂട്ടരെയും എങ്ങും കാണാതെയായപ്പോൾ വത്സാൻ പാലാംശ്ച വിശ്വവിത്, വത്സാൻ ആ പശുക്കുട്ടികളെ, അതേപോലെ പാലാംശ്ച എന്ന് പറഞ്ഞാൽ വത്സപാലാൻ, അതായത് ഈ പശുക്കുട്ടികളെ പരിപാലിക്കുന്നവരായിട്ടുള്ള ആ കുട്ടികളെയും എങ്ങും വനത്തിനുള്ളിൽ എങ്ങും കാണാതെ ആയപ്പോൾ വിശ്വവിത്ത്, വിശ്വവിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനായിട്ടുള്ള ആ ഭഗവാൻ സർവം വിധികൃതം കൃഷ്ണ, സർവം എല്ലാം വിധികൃതം ഈശ്വര നിശ്ചയമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം ബ്രഹ്മാവിനാൽ, വിധി എന്നതിന് ബ്രഹ്മാവ് എന്നൊരു അർത്ഥവുമുണ്ട്. ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ടതാണ് എന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ മനസ്സിലാക്കി. കൃഷ്ണ, ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന് എല്ലാം അറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ത്, ഇത് ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ടതാണ്. ആ നടന്നതും തൻ്റെ തന്നെ ഇച്ഛയാണ്. എന്തിനു വേണ്ടി? താൻ ആരാണ് എന്നുള്ള തൻ്റെ താൻ ഭൂമിയിൽ വന്ന് അവതരിച്ചാലും ഏത് രൂപത്തിൽ അവതരിച്ചാലും തൻ്റെ പ്രഭാവത്തിന്, തൻ്റെ മഹത്വത്തിനൊരു കോട്ടവും വരുന്നില്ല എന്നും, താൻ മനുഷ്യബാലനായി അവതരിച്ചതുകൊണ്ട് തന്നെ പരീക്ഷിക്കാനും വേണ്ടി ബ്രഹ്മാവ് മൂഢത്വം കാണിച്ചപ്പോൾ ആ മായയാകുന്ന മൂഢത്വം ഒന്ന് മറന്നീക്കി കൊടുക്കുവാനായി ഭഗവാന്റെ സങ്കല്പം തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത്, ബ്രഹ്മാവിലെ അജ്ഞതയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ടതാണെന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചറിഞ്ഞിട്ട് സഹസാവജഗാമഹ, സഹസ അവജഗാമ, സഹസ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ, അവജഗാമ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞു. ഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് അത്യാശ്ചര്യകരം തന്നെയാണ്. ഭഗവാൻ അറിയാത്തതല്ല, പക്ഷെ അങ്ങനെയുള്ള ഭഗവാനെയും പരീക്ഷിക്കാൻ പുറപ്പെട്ട ബ്രഹ്മാവിൻ്റെ ആ ഒരു അജ്ഞതയെ നീക്കി കൊടുക്കണം. തൻ്റെ വൈഭവം എന്താണ്, തൻ്റെ മഹത്വം എന്താണെന്ന് ബ്രഹ്മാവും കൂടി അറിയട്ടെ എന്നുള്ളത് ഭഗവാന്റെ ഒരു സങ്കല്പം പോലെ ബ്രഹ്മാവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതും ഭഗവാനാണ്. അപ്പോൾ ബ്രഹ്മാവാണിത് ചെയ്തതെന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ തിരിച്ചറിഞ്ഞു. ഇത് അത്യാശ്ചര്യകരം തന്നെയാണ്. ഇത് എല്ലാം അറിയുന്ന ഭഗവാൻ അറിഞ്ഞു എന്ന് പറയുന്ന ഭഗവാൻ അറിയാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതും സത്യം. എന്നാലോ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് നമ്മൾ ചെയ്തു, ഇപ്പോൾ ബ്രഹ്മാവ് ചെയ്തു എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്തു, നമ്മളാൽ ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വാപ്യദൃഷ്ട്വാന്തർവിപിനേ വത്സാൻ പാലാംശ്ച വിശ്വവിദ് സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമഹ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്വാപി അദൃഷ്ട ആണ്, അതുകൊണ്ട് ക്വാപ്യദൃഷ്ട, അപ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ അദൃഷ്ട അന്തർവിപിനെയാണ്, അപ്പോൾ അവിടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ കൃഷ്ണ എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്, അതുകൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ അതുപോലെ തന്നെ സഹസാവജഗാമഹ, സഹസ അവജഗാമ ആണ്, അവിടെ സഹസാവജഗാമ അവിടെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. തതഃ കൃഷ്ണോ മുദം കർത്തും തന്മാതൃണാം ച കസ്യച ഉഭയായിതമാത്മാനം ചക്രേ വിശ്വകൃതീശ്വര. തതഃ കൃഷ്ണോ മുദം കർത്തും, തതഃ അനന്തരം കൃഷ്ണ, ആ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? മുദം കർത്തും എന്ന് പറയാണ്. കർത്തും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കുവാനായിട്ട്, അത് സൃഷ്ടിക്കുവാനായിട്ട്, എങ്ങനെ മുദം സന്തോഷത്തെ അങ്ങനെ ഉണ്ടാക്കുവാനായിക്കൊണ്ട്, സന്തോഷത്തെ കൊടുക്കുവാനായിക്കൊണ്ട്, തൻ മാതൃണാം
ച കസ്യ ച തന്മാതൃണാം, അതായത് ഇവരുടെയൊക്കെ അമ്മമാർക്ക്, അതിപ്പം പശുക്കുട്ടികളുടെ അമ്മമാർക്കുമുണ്ട്, ഈ ഗോപബാലന്മാരുടെ അമ്മമാർക്കുമുണ്ട്, അവർക്കൊക്കെയും ഈ ഒരു സന്തോഷത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട്, അതായത് തങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ അമ്മമാരൊക്കെ വല്ലാതെ ദുഃഖിക്കും. അപ്പോൾ അവരുടെ ആ ദുഃഖം ഉണ്ടാവരുത് അവിടെ, അവർക്ക് സന്തോഷത്തെ കൊടുക്കുന്നതിനായിക്കൊണ്ട് ഉഭയായുധമാത്മാനം ചക്രേ വിശ്വകൃതീശ്വര, വിശ്വകൃത ഈശ്വര, വിശ്വകൃത് ഈശ്വര, വിശ്വകൃത എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നവനായിട്ടുള്ള ഈശ്വര, സർവജ്ഞനായിട്ടുള്ള എല്ലാം അറിയുന്നവനായിട്ടുള്ള ഭഗവാന് ആ കൃഷ്ണൻ എന്താ ചെയ്ത? ഉഭയായുധമാത്മാനം, ഉഭയായുധം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപം ധരിച്ചുകൊണ്ട്, ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ, ആരും പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു ബാഹ്യമായ പ്രേരണ കൊണ്ടല്ല. ഇവിടെ ഈ പശുക്കുട്ടികളുടെ ആയിക്കോട്ടെ ഗോപബാലന്മാരുടെ ആയിക്കോട്ടെ അമ്മമാർക്ക് ദുഃഖമുണ്ടാകുന്നത് ഭഗവാന് സഹിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാകരുത്, അവർക്ക് സന്തോഷത്തെ നൽകണം എന്ന് കരുതിയിട്ട് ഭഗവാൻ തന്നെ ആത്മാനം എന്നാ പറഞ്ഞത്. ഭഗവാൻ തന്നെ ഉഭയായുധ, രണ്ടുമായി തീർന്നു, രണ്ട് രൂപത്തെയും ധരിച്ചു. ഏതാ രണ്ട് രൂപം? പശുക്കുട്ടികളായിട്ടും ഗോപബാലന്മാരായിട്ടും ഭഗവാൻ തന്നെ അങ്ങോട്ട് അവതരിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പശുക്കുട്ടികളും ഉണ്ടാവും, ഗോപബാലന്മാരും ഉണ്ടാവും. എന്നാലാകട്ടെ ഇത് ഭഗവാന്റെ തന്നെ ഒരു മായയാൽ ഭഗവാൻ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. എന്തിനാ? അമ്മമാർക്ക് ദുഃഖമുണ്ടാകാതെ ഇരിക്കുന്നതിനായിട്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോ തതഃ കൃഷ്ണോ മുദം കർത്തും തന്മാതൃണാം ച കസ്യ ച ഉഭയായുധമാത്മാനം ചക്രേ വിശ്വകൃതീശ്വര. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തതഃ വിശ്വകൃതീശ്വര, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് ഉഭയായുധമാത്മാനം, ഉഭയായുധം ആത്മാനമാണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.